ഈ നിര പലകയുടെ കടയെ പണ്ട് പോലെ ഉള്ളതാണോ? ചേട്ടൻ വെച്ചതാണോ അതോ ചേട്ടൻ്റെ അച്ഛൻ്റെ കാലം? ചേട്ടൻ ഇത് നടത്തുന്നേ ഉള്ളൂ. ഇപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ഐറ്റംസ് ഉള്ളത്? മിഠായികളോ? ശരി. പിള്ളേർക്കുള്ള ഐറ്റംസ് ഒക്കെ ഉള്ളു. രാവിലെ തുറക്കുമോ? എന്നിട്ട് വൈകുന്നേരം ചുമ്മാ സമയം പോകാൻ വേണ്ടി വന്നിരിക്കുന്നതാണോ അതോ? ഇപ്പൊ എത്ര നാളായിട്ട് ചേട്ടൻ നടത്തുന്നത്? കാല് വയ്യല്ലേ? പണ്ട് പോലെ വയ്യാത്താണോ കാലം അതോ ഇപ്പഴ? പിന്നെ ഇപ്പൊ ആണേ. ഇപ്പൊ യാത്രയൊക്കെ കഴിഞ്ഞോ? പേരെന്താ? അപ്പൊ ഈ കൊച്ചിനെമാല ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ ഇതുപോലെ കച്ചവടം തന്നെയായിരുന്നോ? വരുമാന മാർഗം എന്നുള്ള രീതിയിൽ കച്ചവടം തന്നെയായിരുന്നോ അതോ? ഇതൊക്കെ അടയ്ക്കുകയൊക്കെ ചെയ്യുന്ന ആരാണ്? അടയ്ക്കാൻ പറ്റും, തന്നെ ചെയ്യാൻ പറ്റും അല്ലേ? പണ്ടത്തെ കാലത്ത് നേരെ പഴയ ഷട്ടറൊക്കെയാണിത്, അതൊക്കെ വെച്ചിട്ടാണ് അടയ്ക്കുന്നത്. ഇത് അധികം ഐറ്റംസ് ഒന്നും ഇല്ല, ഇങ്ങനെ ഇരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ വിറ്റാലായില്ലേ? എത്രയേ ഉള്ളൂ. സാധനം വാങ്ങിച്ച് വെച്ചാൽ കച്ചവടം നടക്കും. ഡെയിലി എത്ര രൂപയുടെ കച്ചവടം നടക്കും? ഐറ്റംസ് ഒന്നും ഇല്ല, വാങ്ങിച്ചു വെക്കാനും ഒന്നുമില്ല. അതെ അതെ. വീട്ടിലിപ്പോ കുടുംബം വേറെ ആരൊക്കെയാണ്? ഒരു കുടുംബം ഉണ്ടെന്ന് പറഞ്ഞതിനകത്തൊരു വിഷമം പോലെ. ശരിക്കും ഇല്ലേ അപ്പൊ? ഒറ്റയ്ക്കാണോ? നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കാം. എത്തിയപ്പോഴത്തേക്ക് ചേട്ടൻ ഇങ്ങനെ ഒരു കടയിൽ, പഴയ പോലത്തെ കടയല്ലേ, നേരെ പോലെയും നമ്മളിത് ഇപ്പോഴങ്ങനെ പുതിയ കാണാറില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ വന്ന് സംസാരിച്ചപ്പോൾ ചേട്ടന് ചെറിയൊരു വിഷമമായെന്ന് തോന്നുന്നു. ആണോ? അതോ വിഷമമൊന്നുമില്ല. ജനിച്ചു ജീവിക്കുന്നു അല്ലേ, ഇങ്ങനെ പോകുന്നു. അപ്പൊ ഇനി ഇപ്പൊ ഈ മഴക്കാലത്ത് തീരെ കച്ചവടം നടക്കത്തില്ലല്ലേ? മഴയൊക്കെ മാറിയപ്പോ എന്താ? സിനിമയൊന്നും അല്ല, ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളാണ്. പക്ഷെ ഇത് സിനിമയൊന്നും അല്ല. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ചേട്ടൻ ഇരിക്കുന്ന കണ്ടപ്പോ ഒന്ന് 2 വാക്ക് സംസാരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ പോവാണ് കാര്യങ്ങൾ. സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നുണ്ടോ? ഈ കാല് വയ്യാതെ അതാണ് അവസ്ഥ. പിന്നെ ഇവിടെ ഒന്ന് നേരം പോവാൻ ഇവിടെ വന്നിരിക്കാന്ന് എടുത്ത് അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾക്ക് ഒരു പരിധിവരെയൊക്കെ ഇതുപോലെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി നമ്മളിങ്ങനെ ഓടി നടക്കുന്ന കൂട്ടത്തിലാണ്. ഞങ്ങൾ നിസ്സഹായരാണ്. ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഓടി നടക്കുന്ന കൂട്ടത്തിലാണ്, നിസ്സഹായരാണ്. ചേട്ടനെ കണ്ടപ്പോൾ 2 വാക്ക് സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നു. സഹായിക്കും. ഏത് തരത്തിൽ സഹായിക്കാൻ പറ്റുമെന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഏത് തരത്തിൽ സഹായിക്കേണ്ടി ഏത് തരത്തിൽ സഹായിക്കേണ്ടി വരും? പൈസയായിട്ട് സഹായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ നിരാലംബരായിട്ട് തെക്കോട്ടും ഓടി നടക്കുന്നവരാണ്. ഞാൻ പൈസയായിട്ട് സഹായിക്കുക എന്നുള്ളതിന് നമുക്ക് ആർക്കെങ്കിലും അടുത്ത് പറയാൻ പറ്റും. ഇങ്ങനെ ഒരു അവസ്ഥയുള്ള ഒരാളുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ പറ്റും ഞങ്ങളുടെ ഈ ഫോണിലൂടെ. അത് ചിലപ്പോൾ ചേട്ടന് ഗുണം ചെയ്യും. ചേട്ടൻ്റെ പേര് രവീന്ദ്രൻ, മൈലക്കര. അപ്പോൾ നമ്മൾ ഈ കാട്ടാക്കടയിൽ നിന്ന് കള്ളിക്കാട് നിന്ന് മൈലക്കരയിലേക്ക് വന്നപ്പോൾ ചേട്ടൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നു. നമ്മൾ മേൽഭാഗമാണ് കണ്ടത്. അടുത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് കാല് വയ്യ.
കുറച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം കുറേ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിക്കുന്ന കൂട്ടത്തിലാണെന്ന് മനസ്സിലായി. ഈ വേദനകൾ എല്ലാവർക്കും ഉണ്ട്. വേദനകൾ ഇല്ലാതാവുന്നത് ഇല്ലാതാവണമെന്നുള്ളതാണ്, സന്തോഷം ഉണ്ടാവണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അതിനുള്ളൊരു അവസ്ഥ രവീന്ദ്രൻ ചേട്ടനെ പോലുള്ളവർക്ക് ഉണ്ടാവട്ടെ അല്ലേ. വേദന ഇല്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇല്ലാത്തൊരവസ്ഥ രവീന്ദ്രൻ ചേട്ടനെ പോലുള്ളവർക്ക് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. അതുപോലത്തെ സൈക്കിൾ വാങ്ങിക്കുക എന്നുള്ളത് എത്ര വിലയാവും? അത് വലിയ വിലയുള്ളൂ. ഇപ്പോൾ യാത്ര ചെയ്യാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കാല് വയ്യാത്ത ഒരാളിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ ഒരു മുച്ചക്രം, അതൊക്കെ ഒരുപാട് സംഘടനകൾ, ചാരിറ്റി ഓർഗനൈസേഷൻസ് ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അവരാരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. കള്ളിക്കാട് മൈലക്കരയിലാണ് രവീന്ദ്രൻ ചേട്ടനും ഈ ചെറിയ കടയുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, അധികം ഐറ്റംസ് ഒന്നുമില്ല. ഇനിയിരിക്കുന്നു, സമയം പോകുന്നു. വൈകുന്നേരം അദ്ദേഹം വീട്ടിൽ ചെല്ലുന്നു, രാവിലെ വീണ്ടും വരുന്നു. എന്തായാലും യാത്ര ചെയ്യാനുള്ളൊരു വാഹനമെങ്കിലും നമ്മളിലൂടെ അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കും.